Good afternoon. Good afternoon, Miss. Okay. Okay, good afternoon, Anu, Anna, Jaymon, okay, Pravita, Anita, Lachi. Good afternoon, Miss. Good afternoon, Miss. Okay, Good Amrita. afternoon, Miss. Okay, Nivedita, Miss Sri, Renu, Arya, Rakana, Anita, Pravita. എല്ലാവർക്കും good afternoon. Okay. Okay, Grishma, Ranisha, എല്ലാവർക്കും good afternoon. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഓക്കെ, ആദ്യം കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. വരുന്ന എല്ലാ ക്ലാസ്സിലും കയറാറുണ്ട്. ഓക്കെ, good afternoon. Ranisha, okay, Josan, okay, Josan, good afternoon. ഷഹീന, എനിക്ക് സുഖാണ്, കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. അനുശ്രീ, good afternoon. എന്തോ മിസ് ഫുഡ് കഴിച്ചോന്ന്? പിന്നെന്താ, കഴിച്ചു. ഞങ്ങൾക്കൊരു 12 തൊട്ട് 1:30 വരെ ലഞ്ച് ബ്രേക്ക് ആണ്. ആ സമയത്ത് കഴിക്കും. 1 മണിക്കാണ് കഴിക്കാറ്. ഓക്കെ രഘുവത്, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ ശരി, നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം കേട്ടോ. ഇന്നലത്തെ ക്ലാസ്സില് നമ്മളൊരു 2-3 ഡിപ്പാർട്ട്മെന്റുകളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. വായിച്ചൊക്കെ നോക്കിയോ എല്ലാവരും? കാർഡിയോളജി പഠിച്ചു നമ്മള്, അല്ലെ? കാർഡിയോളജി പഠിച്ചു. പിന്നെ ഇതൊക്കെയായിരുന്നു ICU, അല്ലെ? ICU പഠിച്ചു. പിന്നെ അനസ്തേഷ്യ പഠിച്ചു, അല്ലെ? 3 ടൈപ്പ് അനസ്തേഷ്യ നമ്മളിപ്പോ പഠിച്ചിട്ടായിരുന്നു. കാഷ്വാലിറ്റി പഠിച്ചു, അല്ലെ? പിന്നെന്താ, ഡെർമറ്റോളജി, അല്ലെ? ഡെർമറ്റോളജി പറഞ്ഞു. ദെൻ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ENT ആയിരുന്നു, അല്ലെ? ENT നമ്മൾ ജസ്റ്റ് ഒക്കെ ഒന്ന് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, പകുതി വെച്ച് നിർത്തിയേക്കാണ്, അല്ലെ? ഇത്രയും ഇങ്ങനെ നമ്മൾ പറഞ്ഞ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അല്ലെ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത് കേട്ടോ. എല്ലാത്തിന്റെയും പിന്നെ ഒരു കാര്യം ഞാൻ പറയാണ്, നമ്മള് ഈ ചാപ്റ്റർ പഠിക്കുമ്പോഴേ എങ്ങനെ പഠിക്കണം എന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതായത് നമ്മള് ഡിപ്പാർട്ട്മെന്റുകൾ പഠിക്കുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും എന്തുമായി ബന്ധപ്പെട്ടതാണ്, അത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാവുന്ന ഒരു കാര്യമാണ്, അത് അറിഞ്ഞിരിക്കാം. പിന്നെ എന്താന്ന് വെച്ചാൽ ചില ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിൽ വരുന്ന ബോഡി സിസ്റ്റംസും ബോഡി ഓർഗൻസുകളൊക്കെ ചിലതില്, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അത് പറയുന്നില്ല, ചില ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ചില അതിൽ ഉൾപ്പെടുന്ന ബോഡി സിസ്റ്റംസും ബോഡി ഓർഗൻസും ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ബോഡി ഓർഗനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോഡി സിസ്റ്റം തന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ചിലപ്പോൾ ചോദിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം കേട്ടോ. ആ രീതിയിൽ വേണം നിങ്ങൾ പഠിക്കുമ്പോൾ അങ്ങനെ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഞാനൊരു പോസിബിലിറ്റി പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് നടക്കാം. ഇന്നലെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ENT ആണ്. ഓക്കെ, എന്താണ് ENT എന്നുള്ളത് അറിയാലോ? നമ്മുടെ ഇയർ, നോസ്, ത്രോട്ട് എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചികിത്സാ വിഭാഗമാണ്, അല്ലെ? അപ്പോ അവിടെ നമ്മൾ പറഞ്ഞു അത്തരത്തിലുള്ള ചികിത്സകളില് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടറിനെ നമ്മൾ പറയുന്നത് ENT സർജൻ അല്ലെങ്കിൽ ENT സ്പെഷ്യലിസ്റ്റ്, അഥവാ മറ്റൊരു പേരും കൂടെ പറയും ഓട്ടോലാരിങ്കോളജിസ്റ്റ്. ആ പേരാണ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ENT സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ നമ്മൾ പിന്നെ കേട്ട് നമുക്ക് പരിചയമുണ്ട്. ഓട്ടോലാരിങ്കോളജിസ്റ്റ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ആരാണ്? ENT സ്പെഷ്യലിസ്റ്റിന് തന്നെ പറയുന്ന വേറൊരു പേരാണ് ഓട്ടോലാരിങ്കോളജിസ്റ്റ് കേട്ടോ. ഓട്ടോളജി കേട്ടിട്ടുണ്ട്? ഓട്ടോളജി കേൾവിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഓട്ടോലാരിങ്കോളജിസ്റ്റ്. അല്ല, ഓട്ടോ എന്ന് പറയുന്ന കേൾവി, ഇയർ വന്നു അതിനകത്ത്. ലാരിങ്സ് എന്ന് പറയുമ്പോൾ ത്രോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഓട്ടോലാരിങ്കോളജിസ്റ്റ് അത് അണ്ടർലൈൻ ചെയ്ത് വെക്കേണ്ടതാണ് കേട്ടോ. എ ഡോക്ടർ ഹു ഈസ് ട്രെയിൻഡ് ഇൻ ദ മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ദ ഇയേഴ്സ്, നോസ്, ത്രോട്ട് ആൻഡ് റിലേറ്റഡ് സ്ട്രക്ചേഴ്സ് ഓഫ് ദ ഹെഡ് ആൻഡ് നെക്ക് ഈസ് ജനറലി റെഫേർഡ് ടു എ ENT സർജൻ, സ്പെഷ്യലിസ്റ്റ് ഓഫ് ഓട്ടോലാരിങ്കോളജിസ്റ്റ്. ഓക്കെ, ക്ലിയർ ആയിട്ട് വെക്കുക കേട്ടോ. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞില്ലേ, ചില ഡിപ്പാർട്ട്മെന്റ് പഠിക്കുമ്പോ അതിൽ വരുന്ന ബോഡി ഓർഗൻസ് ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നോക്കി, ദ പാർട്സ് കവേർഡ് അണ്ടർ ദിസ് സ്പെഷ്യാലിറ്റി ഇൻക്ലൂഡ്സ്, അണ്ടർലൈൻ ചെയ്യാട്ടോ,
ഏതൊക്കെയാണ് ENT-യുടെ പരിധിയിൽ വരുന്ന നമ്മുടെ ശരീരഭാഗങ്ങൾ ഏതൊക്കെയാണ്? ആദ്യത്തെ നമുക്കറിയാലോ, ഇയർ, നോസ്, ത്രോട്ട്, അതുപോലെ തന്നെ നേസൽ പാസേജസ്, സൈനസസ് കേട്ടോ. സൈനസസ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത്, നമ്മുടെ ഈ മൂക്കും നമ്മുടെ ഈ നെറ്റിയുടെ ഇവിടെയുള്ള ഒരു പൊള്ളയായ ഭാഗമാണ് കേട്ടോ സൈനസസ്. ലാരിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വോയിസ് ബോക്സ് ആണ് കേട്ടോ. വോയിസ് ബോക്സ് നമ്മുടെ ശബ്ദമൊക്കെ വരുന്ന ഭാഗമാണ് ലാരിങ്സ് അഥവാ വോയിസ് ബോക്സ് എന്ന് പറയും കേട്ടോ. വോയിസ് ബോക്സ്. ഓറൽ കാവിറ്റി നമ്മുടെ വായിക്കകത്തുള്ള ഭാഗങ്ങള്, മൗത്ത്, ത്രോട്ട്, ഇതൊക്കെ അതിന്റെ ഭാഗങ്ങളാണ്. ആസ് വെൽ ആസ് സ്ട്രക്ചർ ഓഫ് ദ നെക്ക് ആൻഡ് ഫേസ് കേട്ടോ. അതുകൂടാതെ നമ്മുടെ മുഖം, നമ്മുടെ കഴുത്ത്, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഭാഗങ്ങളും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പരിധിയിലാണ് വരുന്നത്. ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ? ENT ഡിപ്പാർട്ട്മെന്റിന്റെ പരിധിയിലാണ് വരുന്നത്. ലാരിങ്സ് അഥവാ വോയിസ് ബോക്സ് എന്നൊക്കെ കേൾക്കുമ്പോൾ അത് ENT വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് ഓർക്കണം കേട്ടോ. ഓക്കെ, ഇനി എന്തൊക്കെ അസുഖങ്ങൾക്കുള്ള ചികിത്സകളാണ് ഇവിടെ കൊടുക്കുന്നത്? ഇത് ഇൻക്ലൂഡ്സ് the treatment of a variety of ailment like. അപ്പൊ എന്തൊക്കെ അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. ഒന്നാമത്തത് ജനറൽ ഇയർ, നോസ് ആൻഡ് ത്രോട്ട് ഡിസീസസ് അല്ലെ. നമ്മുടെ ഈ പറയുന്ന ഇയറിനും നോസിനും ത്രോട്ടിനൊക്കെ വരുന്ന പൊതുവായ ചില അസുഖങ്ങള്, നമുക്ക് ഇടയ്ക്കൊക്കെ വരുന്ന സംഭവങ്ങൾ. കോൾഡ് വരാറുണ്ട്, ടോൺസിലൈറ്റിസ് ഒക്കെ വരാറുണ്ട്, സൈനസൈറ്റിസ് ഒക്കെ നമുക്ക് വരാറുണ്ട് അല്ലെ. ഇതൊക്കെ പൊതുവായിട്ടുള്ള ഇയർ, നോസ് ആൻഡ് ത്രോട്ട് ഡിസീസസ് ആണ്. അത്തരം രോഗങ്ങൾക്കുള്ള ചികിത്സകള്. അതുപോലെ നെക്ക് ലംസ് എന്ന് പറയുന്നത് നമ്മൾ കഴുത്തിലുണ്ടാകുന്ന മുഴകള്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ നെക്ക്, ഫേസ്, അതിനോടനുബന്ധിച്ച ഭാഗങ്ങളൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പരിധിയിലാണ് വരുന്നത് അല്ലെ. കഴുത്തിലൊക്കെ ഉണ്ടാകുന്ന മുഴകള്, അതൊക്കെ നമ്മൾ പൊതുവെ ENT ഡിപ്പാർട്ട്മെന്റിലാണ് നോക്കുന്നത്. നെക്ക് ലംസ്. പിന്നെ ക്യാൻസേഴ്സ് ഓഫ് ദ ഹെഡ് ആൻഡ് നെക്ക് ഏരിയ, നമ്മുടെ തല അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിന്റെ ഭാഗത്തൊക്കെ വരുന്ന ക്യാൻസറുകള്. പിയർ ഡക്റ്റ് പ്രോബ്ലംസ്, കണ്ണുനീർ ഗ്രന്ഥികൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഒഫ്താൽമോളജിയായിട്ട് ബന്ധപ്പെട്ടതല്ലേ, ഇതെങ്ങനെ ഇവിടെ കയറി വരണേ എന്നൊക്കെ ചിലപ്പോൾ തോന്നാം. എന്തായാലും അങ്ങനെ കൺഫ്യൂസിംഗ് ആയിട്ട് ക്വസ്റ്റ്യൻ വരില്ല. പിയർ ഡക്റ്റ് പ്രോബ്ലംസ് കേട്ടോ, കണ്ണുനീർ ഗ്രന്ഥികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇപ്പൊ കണ്ണുനീർ ഗ്രന്ഥികളിൽ എന്തെങ്കിലും ബ്ലോക്ക് വരാം, അത് നമ്മുടെ നോസുമായിട്ടൊക്കെ കണക്റ്റഡ് ആയിട്ട് വരാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണല്ലോ പെട്ടെന്ന് ടിയർ ഡക്റ്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ അത് ഒഫ്താൽമോളജിയിൽ വരുന്നതല്ലേ, അങ്ങനെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നാം. ഇവിടെ ടിയർ ഡക്റ്റ് പ്രോബ്ലംസ് ആണ്, കണ്ണുനീർ ഗ്രന്ഥികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ നോസ്, നമ്മുടെ മൂക്കുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഭാഗത്തൊക്കെയാണ് ടിയർ ഡക്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസുകള്. അതുപോലെ ഇപ്പൊ നമുക്ക് അലർജി കാര്യങ്ങളൊക്കെ വരില്ല. അപ്പൊ നമ്മുടെ കണ്ണിൽ ഇങ്ങനെ വെള്ളം വന്നെന്ന് അറിയും. ബ്ലോക്കും കാര്യങ്ങളൊക്കെ നോസിൽ വരുന്നത് കൊണ്ടാണ്. ഈ അലർജിക് പ്രോബ്ലം ഉള്ളവരെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ തുമ്മല്, മൂക്കൊലിപ്പൊക്കെ ഉള്ള ആളുകള് ഇല്ലേ, അങ്ങനെയൊക്കെയുള്ളവര് കണ്ണിന് ആസ്മയൊക്കെ വരുന്ന, അതിനെ തുടർന്നൊക്കെ വരുന്ന കണ്ണിൽ എപ്പോഴും ഇങ്ങനെ ഒരു വെള്ളം കെട്ടിക്കിടക്കുന്ന പോലെ ഉണ്ടാവും അല്ലെ. കണ്ണിൽ എപ്പോഴും ഇങ്ങനെ വെള്ളം നിറഞ്ഞിരിക്കുന്ന അവസ്ഥ, അത് ഈ നേസൽ ഇതിൽ വരുന്ന ബ്ലോക്കും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് കേട്ടോ. അപ്പൊ ടിയർ ഡക്റ്റ് പ്രോബ്ലംസ്. അതുപോലെ ബാലൻസിങ് ആൻഡ് ഹിയറിംഗ് ഡിസോർഡേഴ്സ് അല്ലെ. അതെ, ഹിയറിംഗ് ഡിസോർഡേഴ്സ്, കേൾവി തകരാറുകള്. പിന്നെ നമ്മുടെ ബാലൻസിങ് പ്രോബ്ലംസ്, നമ്മുടെ ശരീരം സന്തുലനാവസ്ഥയിൽ നിലനിർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു ഓർഗനാണ് നമ്മുടെ ചെവി. നമ്മുടെ ചെവിയിലെ ഇയർ ബാലൻസിങ് പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ചില ആളുകൾക്കൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഇയർ ബാലൻസിങ് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആളുകൾ ഉണ്ടാവില്ല, അറിയാലോ. ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. അതെ, നമ്മുടെ ചുറ്റും ഇങ്ങനെ കറങ്ങുന്ന പോലെ ഒരു ഫീലിംഗ് ആണ്. ഇയർ ബാലൻസ് പോയി പിന്നെ തീർന്നു അല്ലെ. മൊത്തമല്ലാതെ ഒന്ന് തലയൊക്കെ കറങ്ങും, പിന്നെ നമ്മള് ഛർദിക്കും അല്ലെ. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളില്ലേ. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുള്ള ആളുകളൊക്കെ ഉണ്ട് അല്ലെ. ഇയർ ബാലൻസിങ് ചെറിയ കുട്ടികൾക്ക് വരെ ഉണ്ടാവാറുണ്ട് ഇയർ ബാലൻസിങ് ഇഷ്യൂസ് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള അങ്ങനെ തന്നെ. ഓക്കെ, അപ്പൊ നോക്കാം ബാലൻസിങ് ആൻഡ് ഹിയറിംഗ് ഡിസോർഡേഴ്സ്, അങ്ങനെയുള്ള പ്രോബ്ലംസുകള്. പിന്നെ സ്നോറിങ് കേട്ടോ. സ്നോറിങ് എന്താണ്? കൂർക്കം വലിയാണ് കേട്ടോ. കൂർക്കം വലിക്കുന്നതിനെയാണ് നമ്മള് സ്നോറിങ് എന്ന് പറയുന്നത് കേട്ടോ. സാധാരണ ചില ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മൂക്കിലൂടെ എല്ലാവർക്കും ഒരു ശ്വാസം വായി തുറന്നിട്ടായിരിക്കും. മൂക്കില് ബ്ലോക്ക് കാരണം കൊണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ എന്തെങ്കിലും കൂർക്കം വലിയൊക്കെ അതിനെ തുടർന്നൊക്കെ വരുന്ന ഇഷ്യൂസുകളാണ് സ്നോറിങ്. അതുപോലെ തന്നെ ENT അലർജി പ്രോബ്ലംസ് കേട്ടോ. ഓക്കെ, നമ്മുടെ ENT ആയിട്ട് ബന്ധപ്പെട്ടിരുന്ന അലർജി പ്രോബ്ലംസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മൂക്കൊലിപ്പ്, തുമ്മല്, അങ്ങനെയൊക്കെയുള്ള അലർജി പ്രോബ്ലംസുകളൊക്കെ ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പിന്നെ സലൈവറി ഗ്ലാൻഡ് ഡിസീസസ് ആണ്. സലൈവറി ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? മൂക്കിലെ ഗ്രന്ഥികളില്ലേ, നമ്മുടെ വായിക്കകത്തുള്ള
ഉമിനീർ ഗ്രന്ഥികൾക്കുണ്ടാകുന്ന പരോട്ടിക് ഗ്ലാൻഡ് എന്നാണ് കേട്ടോ. ഉമിനീർ ഗ്രന്ഥികൾക്കുണ്ടാകുന്ന തകരാറുകള്. അതുപോലെ വോയിസ് ഡിസോർഡേഴ്സ് കേട്ടോ, ശബ്ദ വൈകല്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഇങ്ങനെയുള്ള പ്രശ്നമൊക്കെ എവിടെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ENT-യിലാണ് ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റിൽ വന്നിരിക്കുന്നത് ഇതൊക്കെയാണ്. അത് മാത്രം നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക, കൺഫ്യൂഷൻ വരാത്ത രീതിയിൽ കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ്? ജനറൽ ഇയർ, നോസ് ആൻഡ് ത്രോട്ട് ഡിസീസ്, നെക്ക് കൻസർ, ക്യാൻസേഴ്സ് ഓഫ് ദ ഹെഡ് ആൻഡ് നെക്ക് ഏരിയ, ഇയർ ഡക്ട് പ്രോബ്ലംസ്, പിന്നെന്താണ് ബാലൻസിങ് ആൻഡ് ഹിയറിംഗ് ഡിസോർഡേഴ്സ്, സ്നോറിങ് കേട്ടോ, സ്നോറിങ് കൂർക്കം വലിക്കാനാണ് കേട്ടോ. then ENT അലർജി പ്രോബ്ലംസ്, സലൈവറി ഗ്ലാൻഡ് ഡിസീസസ്, വോയിസ് ഡിസോർഡേഴ്സ്. അപ്പൊ ഇതെല്ലാം തന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്? ENT ഡിപ്പാർട്ട്മെന്റിൽ. ഏതെങ്കിലും ഒരു പോയിന്റ് ഒക്കെ തന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇത് ഏത് ഡിപ്പാർട്ട്മെന്റാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അറിയണം കേട്ടോ. ഏതാണ്? ENT ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ ആണോ? ENT ഡിപ്പാർട്ട്മെന്റ് ക്ലിയർ അല്ലേ എല്ലാവർക്കും? എല്ലാവർക്കും അറിയാവുന്ന തന്നെ. ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. അടുത്തത് പറയാം. ക്ലിയർ ആണ്? വായിച്ചു നോക്കണ്ട. ഓക്കെ, അങ്ങനെയാണോ? എന്നാലൊന്ന് വായിച്ചു നോക്കിക്കോട്ടോ. യെസ്, അടുത്തത് നമുക്ക് പഠിക്കേണ്ട ഡിപ്പാർട്ട്മെന്റ് ആണ് എൻഡോക്രൈനോളജി. അത് നമുക്ക് ചിലർക്കൊക്കെ അറിയുണ്ടാവും, എന്നാലും അത്ര കൂടി നമുക്ക് ഫെമിലിയർ ആവുന്നില്ല അല്ലെ. എൻഡോക്രൈനോളജി, എന്താണ് എൻഡോക്രൈനോളജി? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടവരൊക്കെ ഉണ്ടാവും അല്ലെ. എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് അറിയാമോ എൻഡോക്രൈനോളജി? കുറച്ചു പേര് കേട്ടിട്ടില്ല, കുറച്ചു പേർക്ക് അറിയാം അല്ലെ. എന്തുമായി ബന്ധപ്പെട്ടതാണ്? അഞ്ജലി പറഞ്ഞു പ്ലാന്റ്. ഓക്കെ, എന്ത് പ്ലാന്റ് ആണ്? എൻഡോക്രൈൻ പ്ലാന്റ് അല്ലെ. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും അറിയാമോ? എൻഡോക്രൈനോളജി എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും? എന്തുമായി ബന്ധപ്പെട്ടതാണ്? വെറുതെ ഒന്ന് ഗസ് ചെയ്ത് നോക്ക്, ചെയ്യാനും കുഴപ്പമില്ല. വെറുതെ ഒന്ന് പറഞ്ഞു നോക്കി എന്തായിരിക്കും? സ്റ്റൊമക്ക്. ഓക്കെ, ആദ്യം പറഞ്ഞു സ്റ്റൊമക്ക്. സ്റ്റൊമക്ക് ആയിട്ടുള്ളതല്ല കേട്ടോ, സ്റ്റൊമക്ക് ആയിട്ടുള്ള ഹോർമോൺ. ഓക്കെ, ഹോർമോൺ. രശ്മി പറഞ്ഞു തൈറോയിഡ്, അമൃത ഹോർമോൺ. കറക്റ്റ് ആണ് കേട്ടോ. ആദ്യം ഹോർമോൺ പറഞ്ഞ് അമൃത പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശരിയാണ് കേട്ടോ. ഹോർമോണുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഭാഗമാണ് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എൻഡോക്രൈനോളജി പഠിക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ എന്താണ് എൻഡോക്രൈൻ സിസ്റ്റം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. എന്നിട്ട് വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലിയർ ആണോ? എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡി എന്ന് പറയുമ്പോൾ ഒത്തിരി സിസ്റ്റങ്ങൾ ഉണ്ടല്ലോ അല്ലെ. സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ട്, പിന്നെ നെർവസ് സിസ്റ്റം ഉണ്ട് അല്ലെ. എന്തുമാത്രം സിസ്റ്റങ്ങൾ ഉണ്ട് അല്ലെ. അതിൽ ഒന്നാണ് എന്ത്? എൻഡോക്രൈൻ സിസ്റ്റം. മലയാളത്തിൽ നമ്മൾ പറയും അന്തസ്രാവി വ്യവസ്ഥ എന്നാണ് പറയാ കേട്ടോ. എന്താണ് പറയാ? എന്താണ് ആക്ച്വലി? ഗ്രൂപ്പ് ഓഫ് ഡക്റ്റിലസ് ഗ്ലാൻഡ് കേട്ടോ. അത് അതായത് അന്തസ്രാവി വ്യവസ്ഥ എന്ന് പറയും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിലെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥയാണിത് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ശരീരത്തിലെ പലതരത്തിലുള്ള നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മെറ്റാബോളിക് ആക്ടിവിറ്റീസുകൾ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നിയന്ത്രിക്കുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു അവയവ വ്യവസ്ഥയാണ് ഇത് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. എങ്ങനെയാണ് അത് കോർഡിനേറ്റ് ചെയ്യണമെന്ന് അറിയാമോ? ഹോർമോണുകളുടെ ഉത്പാദനത്തിലൂടെയാണ് കേട്ടോ. ഹോർമോണുകൾ, ചില രാസവസ്തുക്കൾ ഉത്പാദിച്ച്, രാസവസ്തു എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ? ഹോർമോണുകളാണ് കേട്ടോ. അതായത് ഹോർമോണുകളെ ഉത്പാദിപ്പിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മ അതായത് ഈ പറയുന്ന ആ ഒരു ഗ്രന്ഥികളുടെ ഒരു കൂട്ടായ്മയാണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നേരത്തെ ആരാണ് പറഞ്ഞത്? അച്ഛനെ പറഞ്ഞ പോലെ ഗ്രൂപ്പ് ഓഫ് ഡക്റ്റിലസ് ഗ്ലാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന ഇതിൽ വരുന്ന ഗ്രന്ഥികൾ ഉണ്ടല്ലോ, ഗ്ലാൻഡുകള്, അതിനെ നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്നാണ് പറയാ കേട്ടോ. എന്താണ് പറയാ? എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്നാണ് പറയാ. അവ എന്ത് ഉത്പാദിപ്പിക്കുന്നുണ്ട്? ഹോർമോണുകളെ ഉത്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷെ എന്താണെന്നറിയോ?
ഇവർക്ക് പ്രത്യേകമായിട്ട് നാളികളൊന്നുമില്ല, ഡക്റ്റിലസ് ആണിത്. എന്ന് വെച്ചാൽ പ്രത്യേകമായിട്ട് ആ ഹോർമോൺ ഉത്പാദിപ്പിച്ച് കടത്തിവിടാൻ പ്രത്യേകിച്ച് ഡക്റ്റുകളില്ല, ഡക്റ്റിലസ് നാളികളൊന്നുമില്ല. പിന്നെ എന്താണ്, ഈ ഹോർമോണുകൾ നേരിട്ട് നമ്മളെ എന്തിലേക്കാണ്, ബ്ലഡിലോട്ടാണ് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അതൊരു ഡക്റ്റിലസ് ഗ്ലാൻഡ് ആണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം എൻഡോക്രൈൻ ഗ്ലാൻഡുകള് അവരാണ് ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്നത്. അവര് ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നതിന് ഒരു പ്രത്യേകിച്ച് ഡക്റ്റുകൾ ഇല്ലാത്തത് കൊണ്ട് ഇതിന് നമ്മൾ ഡക്റ്റിലസ് നാളീരഹിത ഗ്രന്ഥികൾ എന്നാണ് പറയാം. ഡക്റ്റിലസ് ഗ്ലാൻഡ് ആണ്. അത് ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺ ഡയറക്റ്റ് ആയിട്ട് ബ്ലഡിലോട്ടാണ് അത് റിലീസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഈ ഹോർമോണുകളെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു വലിയ ഏരിയ തന്നെയാണ്. അതൊന്നും പഠിക്കാനൊന്നുമില്ല. ഹോർമോണെ മാത്രം പഠിക്കാനാണെങ്കിൽ നമുക്ക് ഒരു 2-3 ക്ലാസ്സിലേക്കുള്ളതുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഹോർമോൺ ഒരു വലിയൊരു ഏരിയ, വാസ്റ്റ് ആയിട്ടുള്ള ഏരിയയാണ്. അപ്പൊ ഈ പറയുന്ന ഹോർമോണുകളും അവ ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളെയും കുറിച്ചുള്ള ഒരു പഠന വിഭാഗമാണിത് എൻഡോക്രൈനോളജി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു ഐഡിയ കിട്ടിയോ? എന്താണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എൻഡോക്രൈനോളജി എന്ന് പറഞ്ഞാല് ഹോർമോണുകളും അവ ഉത്പാദിപ്പിക്കുന്ന ഗ്ലാൻഡുകളെയും ഗ്രന്ഥികളെയും കുറിച്ചുള്ള ഒരു പഠന വിഭാഗമാണ് എൻഡോക്രൈനോളജി എന്ന് പറയുന്നത്. അതാണ് അനുസരിച്ച് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? അതായത് ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾ, അതിന് നമ്മള് അന്തസ്രാവി ഗ്രന്ഥികൾ അഥവാ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അവയെ കുറിച്ചുള്ള ഒരു പഠനശാഖ അല്ലെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റി ആണിത് എൻഡോക്രൈനോളജി എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ? ഈ ഹോർമോണുകളെ നമ്മള് കെമിക്കൽ മെസ്സഞ്ചേഴ്സ് എന്നാണ് പറയാ കേട്ടോ. കെമിക്കൽ മെസ്സഞ്ചേഴ്സ് എന്നാണ് നമ്മൾ ഹോർമോണുകളെ പറയുന്നത്. ഹോർമോണിന്റെ ഇംബാലൻസ് കൊണ്ട് നമുക്ക് ഒരുപാട് മാറ്റങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ വരും. നമ്മുടെ ഒത്തിരി മെറ്റാബോളിക് ആക്ടിവിറ്റീസുകളിലൊക്കെ ചേഞ്ചസുകൾ വരും. അപ്പൊ അത്തരം ഹോർമോണുകളായിട്ട് ഉത്പാദിപ്പിക്കുന്നത് എൻഡോക്രൈൻ ഗ്ലാൻഡുകളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു ഐഡിയ മാത്രം കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണ്ട. അപ്പൊ നമുക്ക് അതൊന്ന് വായിക്കാം കേട്ടോ. അണ്ടർലൈൻ ചെയ്യാം. Endocrinology. What is endocrinology? Endocrinology is the study of medicine that relates to the endocrine system. Okay, നമ്മുടെ endocrine systemമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഭാഗം അല്ലെ, അതെ, ഒരു പഠനശാഖയാണ് endocrinology എന്ന് പറയുന്നത്. It is the study of medicine that relates to the endocrine system. Endocrine systemമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഭാഗമാണ് endocrinology. ഇനി നമുക്കറിയേണ്ടത് the body endocrine system includes, important ആണ് കേട്ടോ. The body endocrine system, നമ്മുടെ endocrine സിസ്റ്റത്തിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങള് ഏതൊക്കെയാണ്? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് പോണം, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. The body endocrine system includes എന്തൊക്കെയാണ്? പാൻക്രിയാസ്, അതുപോലെ തൈറോയിഡ്, പാരാതൈറോയിഡ്, പീനിയൽ, hypothalamus, adrenal and pituitary glands and the ovaries and testes. ഇത്രയുമാണ് നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ വരുന്നത്. പാൻക്രിയാസ്, അതുപോലെ തൈറോയിഡ്, പാരാതൈറോയിഡ്, പീനിയൽ, ഹൈപ്പോതലാമസ്, adrenal and pituitary gland and the ovaries and the testes. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ ചിലപ്പോ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, ഇതൊക്കെ എന്താണ് എന്നുള്ളത്. അപ്പൊ ഞാനൊരു പിക്ചർ കാണിച്ചു തരാം കേട്ടോ. ആ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. പിക്ചർ കാണാൻ പറ്റുന്നുണ്ടോ? പിക്ചർ, ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണോ കേട്ടോ? അണ്ടർലൈൻ ചെയ്യണം. പിക്ചർ ഓക്കെ അല്ലേ? ഈ പിക്ചർ ഒന്ന് നോക്കിയേ, അപ്പൊ നിങ്ങളുടെ മനസ്സിൽ നിൽക്കാൻ എളുപ്പമുണ്ട്. ഓക്കെ, നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ വരുന്ന ഭാഗങ്ങളാണ് അവിടെ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതിലാദ്യം നമ്മൾ പറഞ്ഞത് നമുക്ക് മോളിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കിയേ, ഹൈപ്പോതലാമസ് ആണ്. 3 ഗ്ലാൻഡുകള് എവിടെ കാണുന്നതാണ്? നമ്മുടെ ബ്രെയിനിനകത്ത് കാണുന്നതാണ് കേട്ടോ. 3 എൻഡോക്രൈൻ ഗ്ലാൻഡുകള് നമ്മുടെ ബ്രെയിനിനകത്തുള്ളതാണ്. ഒന്ന് നമ്മുടെ ഹൈപ്പോതലാമസ്, കാണാൻ നിൽക്കുക. ഓക്കെ, ഹൈപ്പോതലാമസ് കേട്ടോ. നമ്മുടെ ഈ പറയുന്ന തലാമസ് ഉണ്ട്, തലാമസിന്റെ തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഹൈപ്പോതലാമസ് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ ഒരു സെന്റർ ഓഫ് എന്താണ് കൺട്രോൾ ആണെന്ന് നമുക്ക് പറയാം. മനസ്സിലായി? നമ്മുടെ ആ ഒരു എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ ഒരു നിയന്ത്രണ കേന്ദ്രം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരാളാണ്
ഹൈപ്പോതലാമസ്. നമ്മുടെ തലച്ചോറിലാണ് ഇത് കാണപ്പെടുന്നത്. നമ്മുടെ തലാമസിന്റെ തൊട്ട് താഴെയാണ് ഇതുകൊണ്ട് ഹൈപ്പോ എന്ന് പറഞ്ഞത് കേട്ടോ. ഹൈപ്പോതലാമസ്. ഈ ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ഗ്ലാൻഡ് കൂടിയാണ് കേട്ടോ. അപ്പൊ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഏതാ? അതും നമ്മുടെ ബ്രെയിനിൽ കാണുന്നതാണ്. അടുത്ത് നമുക്ക് അത് പറയാം കേട്ടോ. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കാനാണ് കേട്ടോ, നിങ്ങളുടെ മനസ്സിൽ നിൽക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. അല്ലാണ്ട് എന്ത് ഗ്ലാൻഡ് ആണെന്നോ അത് ഏത് ഹോർമോണിനാണ് ഉത്പാദിപ്പിക്കുന്നത് അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും നമുക്ക് വരില്ല. പക്ഷെ ഇത് പഠിക്കുമ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കി പോകുന്നുണ്ടായിരിക്കും, അതുകൊണ്ട് പറയേണ്ടതാണ് കേട്ടോ. അപ്പൊ ഹൈപ്പോതലാമസ് മനസ്സിലായല്ലോ, ബ്രെയിനിലാണ് കാണപ്പെടുന്നത്. തലാമസിന്റെ തൊട്ട് താഴെയായിട്ടാണ് ചെയ്യുന്നത്. അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കും. നമ്മുടെ വിശപ്പ്, ദാഹം, ഉറക്കം, ഓക്കെ. അപ്പൊ അതുപോലെ നമ്മുടെ ശരീര താപനില ഇതൊക്കെ ക്രമീകരിക്കുന്ന ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ് കേട്ടോ. ഏത് ഹോർമോണാണ് എന്ത് ഹോർമോണാണ് നമുക്ക് വേണ്ട, അതൊക്കെ വലിയൊരു ഏരിയ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെയുള്ള ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്നതാണ് ഹൈപ്പോതലാമസ്. ഓക്കെ. ഇനി ഈ ഹൈപ്പോതലാമസിന്റെ തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ഗ്ലാൻഡ് ആണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇതാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അഥവാ പീനിയൽ ഗ്രന്ഥി എന്ന് പറയുന്നത്. നമ്മൾ മാസ്റ്റർ ഗ്ലാൻഡ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഗ്ലാൻഡ് കൂടിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി കേട്ടോ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത് നമ്മുടെ ഹൈപ്പോതലാമസിന്റെ തൊട്ട് താഴെയായിട്ടാണ് കാണപ്പെടുന്നത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ മാസ്റ്റർ ഗ്ലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടത് മാസ്റ്റർ എന്ന് പറയാൻ കാരണം, മാസ്റ്റർ ഗ്ലാൻഡ് ആണെന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? നമ്മുടെ ശരീരത്തിലെ തന്നെ മറ്റു പല എന്താണ് എൻഡോക്രൈൻ ഗ്ലാൻഡുകളെയും നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അയാൾ മാസ്റ്റർ ഗ്ലാൻഡ് ആണ്. ഇനി നമ്മൾ പറയുന്ന തൈറോയിഡ്, അതുപോലെ അഡ്രീനൽ ഗ്ലാൻഡ് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെയൊക്കെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്നതും ആര് തന്നെയാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് കേട്ടോ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. അത് കൂടാതെ നമ്മുടെ ഗ്രോത്ത് ഹോർമോണൊക്കെ ഉത്പാദിപ്പിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾക്ക് അതിനെ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയും. സൊമാറ്റോട്രോപിൻ എന്നൊക്കെ പറയും. ഗ്രോത്ത് ഹോർമോൺ ആണ്. അപ്പൊ അതിനൊക്കെ ഉത്പാദിപ്പിക്കുന്നതും പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് കേട്ടോ. ഓക്കെ. ദെൻ വരുന്നത് പീനിയൽ ഗ്ലാൻഡ് ആണ്. പീനിയൽ ഗ്ലാൻഡ് അതും ബ്രെയിനിൽ തന്നെ കാണുന്നതാണ്. ഏറ്റവും ചെറിയതാണ് കേട്ടോ. ചെറിയൊരു ഗ്ലാൻഡ് ആണ് പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. പീനിയൽ ഗ്ലാൻഡ് വന്നിട്ട് നമുക്ക് നമ്മുടെ ഉറക്കം, അതുപോലെ നമ്മുടെ വൈകാരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് തന്നെയാണ് കറക്റ്റ് ആണ്. ബയോളജിക്കൽ ക്ലോക്ക് അത് തന്നെ, ജൈവ ഘടികാരം എന്നാണ് അറിയുന്നത്. ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മുടെ ഉറക്കം, നമ്മുടെ വൈകാരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഹോർമോൺ സെറാട്ടോണിൻ, മെലാട്ടോണിൻ എന്നൊക്കെ പറയും. അങ്ങനെയുള്ള ഹോർമോണുകളൊക്കെ ഉത്പാദിപ്പിക്കുന്നത് പീനിയൽ ഗ്ലാൻഡ് ആണ്. ഓക്കെ. അപ്പൊ അതിന് ബയോളജിക്കൽ ക്ലോക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പൊ നമ്മള് ഇന്ത്യയിലും അമേരിക്കയിലൊക്കെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇപ്പൊ നമ്മളിവിടെ പകലാകുമ്പോൾ അവർക്ക് അവിടെ രാത്രിയുണ്ട് അല്ലെ. അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ അമേരിക്കയിലുള്ള നാട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തിന് അവരുടെ ഉറപ്പൊന്നും അങ്ങനെ ശരിയാവില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ടൈമായിട്ട് അവരുടെ സെറ്റ് ആണ് അല്ലെ. ആ രീതിയിലാണ് അവരുടെ ബയോളജിക്കൽ ക്ലോക്ക് അവിടെ വർക്ക് ചെയ്യുന്നത്. പിന്നെ അവർ നാട്ടിൽ വരുന്ന സമയത്ത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും, ഉറക്കത്തിനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് തിരിച്ചു പോകുമ്പോഴും അങ്ങനെ ആയിരിക്കും അല്ലെ. അപ്പൊ അതൊക്കെ ഈ ഹോർമോണിന്റെ വ്യത്യാസം കൊണ്ടാണ് കേട്ടോ. അപ്പൊ അത് സെറാട്ടോണിൻ, മെലാട്ടോണിൻ എന്നൊക്കെ പറയുന്നത് മെയിനായിട്ട് നമ്മുടെ ഉറക്കം മാത്രമല്ല, പിന്നെ നമ്മുടെ വികാരങ്ങളൊക്കെ ഉണ്ട്, അതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണുകളൊക്കെയാണ്. അത്തരം ഹോർമോണുകളൊക്കെ ഉത്പാദിപ്പിക്കുന്നത് പീനിയൽ ഗ്ലാൻഡ് ആണ് കേട്ടോ. അപ്പൊ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വയ്ക്കുക, ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, പീനിയൽ, ഈ മൂന്ന് സംഭവങ്ങൾ എവിടെയാ? നമ്മുടെ ബ്രെയിനിലാണ് കേട്ടോ. നമ്മുടെ തലച്ചോറിലാണ് ഇത് കാണുന്നത്. ഓക്കെ. അത് മനസ്സിലായല്ലോ പറഞ്ഞത്? ഒരു ചെറിയൊരു ഐഡിയ ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ. കാര്യം ആ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒട്ടും പരിചയമില്ലാത്ത പോലെ തോന്നരുത്. അതുകൊണ്ടാണ് ഞാൻ അത്രയും പറയുന്നത് കേട്ടോ. ഓക്കെ. ദെൻ നമുക്ക് അടുത്ത് നോക്കുമ്പോ തൈറോയിഡ് ഗ്ലാൻഡ് കണ്ടല്ലോ. തൈറോയിഡിന്റെ പ്രശ്നം ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അല്ലെ. തൈറോയിഡിന്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ എല്ലാ മെറ്റാബോളിക് ആക്ടിവിറ്റീസ് തീരുമാനവും. ഓക്കെ. തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ത്രോട്ട് ഉണ്ടല്ലോ, നമ്മുടെ തൊണ്ടയില്, നമ്മുടെ ത്രോട്ടില് ഭാഗത്ത്, അതായത് പ്രത്യേകിച്ച് നമ്മുടെ ശ്വാസനാളത്തിന്റെ ഇരുവശത്തുമായിട്ട് ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പാണ്. ശരി, ഒരു ബട്ടർഫ്ലൈ പോലെ തോന്നുന്നില്ലേ കണ്ടിട്ട്? അതായത് അങ്ങനെയുള്ള ഒരു ഷേപ്പാണ് എന്ത്? തൈറോയിഡ് ഗ്ലാൻഡ് കേട്ടോ. തൈറോയിഡ് ഉത്പാദിപ്പിക്കുന്നതാണ് തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ കേട്ടോ. അപ്പൊ ഈ തൈറോയിഡിന്റെ ഇഷ്യൂസ് ഉള്ള ആൾക്കാരുണ്ടാവും. തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ വ്യതിയാനം മൂലമാണ് തൈറോയിഡിന്റെ പ്രോബ്ലംസുകളൊക്കെ ഉണ്ടാവും. തൈറോയിഡ് ഇതുപോലെ പ്രശ്നം വന്നാൽ നമ്മുടെ ശരീരത്തിന്റെ ഒട്ടുമിക്ക മെറ്റാബോളിക് ആക്ടിവിറ്റീസുകളൊക്കെ ബാധിക്കും.
ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചില ആൾക്കാര് കണ്ടിട്ടില്ലേ, അതൊരു ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ തടി വെച്ച് വരുന്ന ആൾക്കാരുണ്ടോ? അത് ഹൈപ്പോ തൈറോയിഡിസം ആണ്. ചിലവര് ഇങ്ങനെ വല്ലാതെ മെലിഞ്ഞ് ക്ഷീണിച്ചിങ്ങനെ വരുന്നത് കാണാം, അത് ഹൈപ്പർ തൈറോയിഡിസം ആണ്. അപ്പൊ ഈ തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ തൈറോയിഡ് ഗ്ലാൻഡ് എവിടെയാന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ഏകദേശം അറിഞ്ഞു വെച്ചാൽ നമ്മുടെ ത്രോട്ടിന്റെ മുന്നിലാണ് കേട്ടോ. നമ്മുടെ കഴുത്തിന്റെ മുൻഭാഗത്തായിട്ട് നമ്മുടെ ശ്വാസനാളത്തിന്റെ ഇരുവശത്തുമായിട്ട് കാണപ്പെടുന്ന ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പുള്ള ഒന്നാണ് തൈറോയിഡ് കേട്ടോ. പിന്നെ തൈമസ് ഗ്ലാൻഡ് ഉണ്ട്, പക്ഷെ നമുക്കത് പഠിക്കാനില്ല. തൈമസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ സ്റ്റേണം, നമ്മുടെ മാറലുണ്ടല്ലോ, അതിന്റെ പുറകിലായിട്ട് കാണപ്പെടുന്നത് യുവത്വ ഗ്രന്ഥി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അത് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല. ഓക്കെ, തൈമസ് എന്നാണ് അതിന് പറയാം. അത് വേണ്ട കേട്ടോ, നമ്മുടെ ടെക്സ്റ്റിൽ ഇല്ലാത്തതുകൊണ്ട് അത് പഠിക്കേണ്ടത് നിങ്ങൾ. പിന്നെ വരുന്നത് അഡ്രീനൽ ഗ്ലാൻഡ് ആണ്. അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കിഡ്നിയില്ലേ, കിഡ്നിയുടെ മുകൾ ഭാഗത്തായിട്ട് ഒരു തൊപ്പിയുടെ പോലെ ഒരു ഷേപ്പിൽ കാണപ്പെടുന്ന ഗ്ലാൻഡ് ആണ് കേട്ടോ. അതിനെയാണ് നമ്മൾ അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് കേട്ടോ. അഡ്രീനൽ ഗ്ലാൻഡ് എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ കിഡ്നിയുടെ മുകൾ ഭാഗത്തായിട്ട് ഒരു തൊപ്പിയുടെ ചെറിയൊരു ക്യാപ്പ് പോലുള്ള ഒരു സ്ട്രക്ചർ ആണ് ഇത്. അതാണ് അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അത് ഉത്പാദിപ്പിക്കുന്ന ഹോർമോണാണ് അഡ്രീനാലിൻ, കോർട്ടിസോൾ എന്നൊക്കെ പറയുന്ന ഹോർമോണുകൾ. നമുക്ക് ഇതിന് പെട്ടെന്ന് ഭയമൊക്കെ വരില്ലേ, ഭയം, സമ്മർദ്ദം, അത്യാഹിത ഘട്ടങ്ങളൊക്കെ ഓവർകം ചെയ്യുന്നതിനും മറ്റുമൊക്കെ ആയിട്ട് നമ്മള് എന്താണ് അതിന് സഹായിക്കുന്ന ഹോർമോണുകളാണ് ഈ ഒരു അഡ്രീനാലിനും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ കോർട്ടിസോൾ അങ്ങനെയുള്ള ഹോർമോണുകൾ കേട്ടോ. അപ്പൊ അതൊക്കെ ഉത്പാദിപ്പിക്കുന്നത് നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡ് ആണ്. ഓക്കെ, അപ്പോ ചില നമ്മളിങ്ങനെ പറയുന്ന കേട്ടിട്ടില്ലേ, പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തുമ്പോൾ അഡ്രീനൽ എന്ന് പറയുന്ന അഡ്രീനാലിന്റെ ഹോർമോണ് അധികമായി കണ്ടു എന്നൊക്കെ പറയുമ്പോൾ മരണത്തിന് മുമ്പ് ചിലപ്പോൾ ഇതിന് ഭയപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എമർജൻസി അവർ കണ്ട് പേടിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ. അപ്പൊ ഈ അഡ്രീനാലിൻ അതുപോലെ തന്നെ കോർട്ടിസോൾ അങ്ങനെയുള്ള ഹോർമോണുകളൊക്കെ ഉത്പാദിപ്പിക്കുന്നത് അഡ്രീനൽ ഗ്ലാൻഡ് ആണ്. അത് ഈ പറയുന്ന കിഡ്നിയുടെ മുകൾ ഭാഗത്തായിട്ട് ഒരു തൊപ്പി പോലത്തെ ഒരു ഷേപ്പിൽ കാണപ്പെടുന്നതാണ് കേട്ടോ. ദെൻ വരുന്നത് പാൻക്രിയാസ്, നമ്മൾ ആഗ്നേയ ഗ്രന്ഥി എന്നൊക്കെ പറയും. നമ്മുടെ ആമാശയം ഉണ്ടല്ലോ, ആമാശയം, അതിന്റെ തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ഒരു ഗ്രന്ഥിയാണ് പാൻക്രിയാസ് അഥവാ ആഗ്നേയ ഗ്രന്ഥി. ഇയാളാണ് നമ്മുടെ ബ്ലഡിനകത്തുള്ള ഗ്ലൂക്കോസ് ഉണ്ടല്ലോ, ഗ്ലൂക്കോസിന്റെ അളവിനെ നിയന്ത്രിക്കുന്ന നമ്മുടെ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിനെ ഉത്പാദിപ്പിക്കുന്ന ഗ്ലാൻഡ് ആണ് നമ്മുടെ പാൻക്രിയാസ് കേട്ടോ. ആഗ്നേയ ഗ്രന്ഥി എന്നൊക്കെ പറയും. ഓക്കെ, ഇൻസുലിന്റെ പ്രശ്നം കൊണ്ട് വരുന്നതാണ് ഡയബറ്റിസ് എന്നുള്ളത് അറിയാൻ നിങ്ങൾക്ക്. അപ്പൊ ഇൻസുലിനൊക്കെ ഉത്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ എന്ന ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നതാണ് പാൻക്രിയാസ് കേട്ടോ. ഒരുപാട് ഹോർമോണിനെ പറ്റി പഠിക്കാനുണ്ട്, ഒത്തിരി പഠിക്കാനുണ്ട്, പക്ഷെ അത് ആവശ്യമില്ല. ദെൻ സ്ത്രീകളിലാണെങ്കിൽ ഓവറീസ് ആണ്, പുരുഷന്മാരിലാണെങ്കിൽ ടെസ്റ്റിസ് ആണ് കേട്ടോ. അവരുടെ പ്രത്യുത്പാദനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഹോർമോണുകള്. സ്ത്രീകളിലാണെങ്കിൽ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ അങ്ങനെയുള്ളത് കേട്ടോ. പുരുഷന്മാരിലാണെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഉത്പാദിപ്പിക്കുന്നത് ടെസ്റ്റിസ് എന്നാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ വരുന്ന ഗ്ലാൻഡുകൾ. അപ്പൊ ഏകദേശം നിങ്ങളുടെ മനസ്സിൽ നിൽക്കൂലോ എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ അല്ലേ? പിക്ചർ വേണമെങ്കിൽ ഒന്ന് നോക്കി വെച്ചോട്ടോ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേണ്ട, നമുക്ക് ആ പേര് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ഫെമിലിയർ ആണ്, അതിന് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ ഇനി വായിച്ചു നോക്കിയേ. ദ ബോഡി എൻഡോക്രൈൻ സിസ്റ്റം ഇൻക്ലൂഡ്സ് ഇതൊക്കെയാണ്. പാൻക്രിയാസ് നമുക്ക് തന്നെ ആലോചിച്ച് പറയാം. നമ്മുടെ ബ്രെയിനിൽ നിന്ന് തുടങ്ങുമ്പോൾ ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, പീനിയൽ, പിന്നെ നമ്മുടെ കഴുത്തിന്റെ ഭാഗത്തോട്ട് വരുന്ന തൈറോയിഡിന്റെ തൊട്ട് പുറകിലാണുണ്ട് കേട്ടോ. അത് പാരാതൈറോയിഡ്. അത് നമ്മുടെ പിക്ചറിൽ നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിന്റെ തൊട്ട് പുറകെ ആയിട്ട് ഒരു ചെറിയ 4 ഗ്രന്ഥികളിലായിട്ട് കാണപ്പെടുന്നതാണ് പാരാതൈറോയിഡ്. ഈ പാരാതൈറോയിഡ് ഉത്പാദിപ്പിക്കുന്നതാണ് പാരാതോർമോൺ, കാൽസിറ്റോണിൻ എന്നൊക്കെ പറയുന്ന ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്നുണ്ട്. കാൽസിറ്റോണിൻ ആണ് നമ്മുടെ ബ്ലഡിനകത്തുള്ള കാൽസ്യത്തിന്റെ അളവിനെ ക്രമീകരിക്കുന്ന ഹോർമോൺ കാൽസിറ്റോണിൻ ആണ് കേട്ടോ. ഓക്കെ, പിന്നെ വരുന്നത് നമ്മൾ പറഞ്ഞത് അഡ്രീനൽ ഗ്ലാൻഡ്, പാൻക്രിയാസ്. ഓക്കെ, പിന്നെ സ്ത്രീകളിലാണെങ്കിൽ ഓവറീസ്, പുരുഷന്മാരിലാണെങ്കിൽ ടെസ്റ്റിസ്. ഇത്രയുമാണ് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിനകത്ത് വരുന്ന ഗ്ലാൻഡുകൾ കേട്ടോ. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, ഇനി എന്താണ് എൻഡോക്രൈനോളജി എന്ന് ചോദിച്ചാൽ അത് കറക്റ്റ് ഒരു ഡെഫിനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്യാം. Endocrinology is a medical super specialty that deals with the study of hormones and hormone related to the glands.
ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്ന ഗ്ലാൻഡുകളെയും കുറിച്ച് പഠിക്കുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് ഇത് എൻഡോക്രൈനോളജി എന്ന് പറയുന്നത്. ഇനി എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? They work closely with the specialist in ophthalmology, radiation oncology, surgery, obstetrics, transplantation, and other specialty areas to provide a multidisciplinary approach to a person's medical problem. അതായത് നമ്മൾ ഈ പറയുന്ന രോഗികളുടെ മെഡിക്കൽ പ്രോബ്ലംസുകള് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ് മറ്റു ഒന്നിലധികം വിഭാഗങ്ങളുമായിട്ട് അവർ സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഏതൊക്കെ വിഭാഗങ്ങളാണ്? ഒഫ്താൽമോളജി അല്ലെ, നേത്രരോഗ വിഭാഗം, അതുപോലെ റേഡിയേഷൻ ഓങ്കോളജി, ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗം, അതുപോലെ സർജറി അല്ലെ, സർജറി, പിന്നെന്താണ് ഒബ്സ്ട്രക്ടിക്സ്, പ്രസവ ചികിത്സയായിട്ട് ബന്ധപ്പെട്ടത്, പിന്നെ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെ, അങ്ങനെ ഒന്നിലധികം വിഭാഗങ്ങളുമായിട്ട് അവർ ഒത്തുചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ രോഗികളുടെ മെഡിക്കൽ പ്രോബ്ലംസ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് ഇത് പറയുന്ന എൻഡോക്രൈനോളജി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, എല്ലാ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഒരു കണക്റ്റഡ് ആണ്. ഒഫ്താൽമോളജി ഇപ്പൊ ഞാൻ പറയട്ടെ, എല്ലാം ഒരു തരത്തില് ഡയറക്റ്റോ ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ ഹോർമോൺ റിലേറ്റഡ് ആണ്. ഇപ്പൊ ഡയബറ്റിക് റെറ്റിനോപ്പതി ഈ പ്രമേഹമുള്ള ആളുകൾക്കൊക്കെ കണ്ണിന്റെ കാഴ്ചക്കുറവും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ഡയബറ്റിക് റെറ്റിനോപ്പതി, ഡയബറ്റിക് എന്ന് പറയുന്നത് ഇൻസുലിൻ ഹോർമോണിന്റെ വ്യതിയാനം കൊണ്ട് വരുന്നതല്ലേ, അതുമൂലം കണ്ണ് സംബന്ധമായിട്ട് നമുക്ക് ഇഷ്യൂസ് വരാം. സ്വാഭാവികമായിട്ട് നമുക്ക് ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ ക്യാൻസർ അല്ലെ, ക്യാൻസർ ഇപ്പൊ ഇതിന് വേണമെങ്കിലും ക്യാൻസർ ബാധിക്കാം അല്ലെ. അതെ, തൈറോയിഡ് ക്യാൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. തൈറോയിഡ്, തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉത്പാദിപ്പിക്കുന്ന ഗ്ലാൻഡ് ആണ്. അപ്പോഴും അവിടെ ഓങ്കോളജിയായിട്ട് അവിടെയും കണക്ഷൻ വരുന്നുണ്ട്. അതുപോലെ സർജറികളിലായിക്കോട്ടെ, ഒബ്സ്ട്രക്ടിക്സ്, പ്രസവ ചികിത്സ, അപ്പൊ നമുക്കറിയാം പ്രസവം അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഹോർമോണുകൾ ഉണ്ടല്ലോ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, അതൊക്കെ ഉത്പാദിപ്പിക്കുന്നത് ഓവറീസ് ആണ്. അപ്പോഴും അവിടെ കണക്ഷൻ വരുന്നുണ്ട് അല്ലെ. അതുപോലെ ട്രാൻസ്പ്ലാന്റേഷൻ, അവയവ മാറ്റിവെക്കല് അല്ലെ. നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുമ്പോൾ നമ്മളൊരു അവയവം മാറ്റിവെക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ബോഡി അതിനെ റിജക്ട് ചെയ്യാനാണ് നോക്കുക. അപ്പൊ അത് റിജക്ട് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം കൃത്രിമ ഹോർമോണുകളൊക്കെ ഉള്ള സ്റ്റിറോയിഡുകൾ, അങ്ങനെയുള്ള മരുന്നുകളൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ ബോഡിയുടെ അല്ലാത്ത ഒരു ഓർഗൻ നമ്മുടെ ശരീരത്തിൽ വെച്ച് പിടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ബോഡി അതിനെ റിജക്ട് ചെയ്യാൻ അപ്പൊ അത് റിജക്ട് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന ഹോർമോണുകൾക്ക് അടങ്ങിയ സ്റ്റിറോയിഡും മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, മെഡിസിൻ ആണ് കൊടുക്കുന്നത്. ആ രീതിയിൽ നമ്മൾ ഒരു രോഗിയുടെ മെഡിക്കൽ പ്രോബ്ലംസുകൾ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ് മറ്റു പല വിഭാഗങ്ങളുമായിട്ട് ചേർന്ന് സഹകരിച്ചിട്ടാണ് അവര് രോഗിയുടെ മെഡിക്കൽ പ്രോബ്ലംസുകൾക്ക്. ഓക്കെ, ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി എന്തൊക്കെ മെഡിക്കൽ പ്രോബ്ലംസ് ആണ്? തീർച്ചയായിട്ടും ഹോർമോണിന്റെ ഇംബാലൻസ് കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളെല്ലാം തന്നെ ട്രീറ്റ് ചെയ്യുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലായിരിക്കും അല്ലെ. അപ്പൊ എന്തൊക്കെ അസുഖങ്ങളാണ് നോക്കിയേ. ഫസ്റ്റ് വൺ ഡയബറ്റിസ്, അറിയാലോ, പ്രമേഹം അല്ലെ. ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ വ്യതിയാനം കൊണ്ടുവരുന്ന ഒരു അസുഖമാണ് അല്ലെ പ്രമേഹം എന്ന് പറയുന്നത്. ഡയബറ്റിസ് അതിന്റെ പല ടൈപ്പ് ഉണ്ട്, ഡയബറ്റിക് പ്രോബ്ലംസ്. അതുപോലെ ന്യൂട്രീഷൻ, അതായത് പോഷക പ്രശ്നങ്ങൾ അല്ലെ, പോഷകാഹാരം, ന്യൂട്രീഷൻ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ്. അതായത് നമ്മുടെ ശരീരത്തിൽ ഈ പറഞ്ഞ പോലെ ലെപ്റ്റിൻ, ഗ്രെനിൻ, അതുപോലെ തൈറോക്സിൻ അല്ലെ, തൈറോയ്ഡ് ഉത്പാദിപ്പിക്കുന്ന തൈറോക്സിൻ, അങ്ങനെയൊക്കെയുള്ള ഹോർമോണുകൾ ഉണ്ടല്ലോ. അത്തരം ഹോർമോണുകളാണ് നമുക്ക് വിശപ്പുണ്ടാക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, നമ്മുടെ ഭക്ഷണം കഴിക്കാൻ നമ്മള് വിശപ്പ് തോന്നിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വയറ് നിറഞ്ഞതായിട്ടൊക്കെ തോന്നിപ്പിക്കുന്ന ഹോർമോണുകളൊക്കെ ഹോർമോണുകളുണ്ട്. തന്നത്തൊന്ന് മ്യൂട്ട് ചെയ്ത് വെക്കോ? തന്നത്തൊന്ന് മ്യൂട്ട് ചെയ്ത് വെക്കാമോ? ഓക്കെ, നിങ്ങൾ മ്യൂട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇവിടെ നോൺ മ്യൂട്ട് കൊടുക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം, ന്യൂട്രീഷൻ. ഓക്കെ, പോഷകാഹാര പ്രശ്നങ്ങളാണ് കേട്ടോ. പോഷകാഹാര പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വിശപ്പ് തോന്നിപ്പിക്കുന്നത്, നമ്മുടെ വയറ് നിറഞ്ഞതായിട്ടൊക്കെ തോന്നിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഈ ലെപ്റ്റിൻ, ഗ്രെനിൻ, തൈറോക്സിൻ എന്നൊക്കെ പറഞ്ഞ ഹോർമോൺസ് ഉണ്ട്. അപ്പൊ അതിന്റെ വ്യതിയാനം മൂലം നമുക്ക് ചിലപ്പോൾ അമിതവണ്ണമോ പോഷകാഹാര കുറവുകളോ ഒക്കെ ഉണ്ടാവാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ ഒരു വിഭാഗത്തിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ഓസ്റ്റിയോപൊറോസിസ്, ദാറ്റ് മീൻസ് കാൽസ്യം ബോൺ ഡിസോർഡേഴ്സ് ആണ് കേട്ടോ. ഓസ്റ്റിയോപൊറോസിസ് എന്നാണ് പറയാം. അതായത് നമ്മുടെ കാൽസ്യം ഡിസോർഡേഴ്സ് ആണ്. അസ്ഥികൾക്ക് ഉണ്ടാകുന്ന ബലക്ഷയം ഉണ്ടല്ലോ, അത് നമുക്കറിയാം. നമ്മുടെ ബ്ലഡിനകത്ത് കാൽസ്യത്തിന്റെ അളവിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ആണ് കാൽസിറ്റോണിൻ.
ഇയാൾ ഉത്പാദിപ്പിക്കുന്നത് പാരാതൈറോയ്ഡ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡ് ആണ്. അത് കാൽസിറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ വ്യതിയാനം കൊണ്ട് നമുക്ക് കാൽസ്യം ഡിസോർഡേഴ്സ് ഒക്കെ നമ്മുടെ ശരീരത്തിലുണ്ട്. നമുക്കറിയാം നമ്മുടെ എല്ലുകള്, പല്ലുകള്, ഇതിന്റെയൊക്കെ വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണ് കാൽസ്യം, അല്ലെ? അപ്പോ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന അസ്ഥികൾക്ക് ഉണ്ടാവുന്ന ബലക്ഷയമാണ്. അതായത് കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത് മൂലം നമ്മുടെ അസ്ഥികൾക്ക് ബലക്ഷയം വരികയും, അതായത് നമ്മുടെ എന്താണ് ഈ പറയുന്ന ബോൺസ് ബിക്കം ഫ്രജൈൽ ആണ്, ഓക്കെ, ലൈക്ലി ടു ബ്രേക്ക്. അതായത് നമ്മുടെ ഒരു ബോൺസ് ക്ഷയം സംഭവിക്കാൻ, അത് പൊട്ടാനുള്ള, ഫ്രാക്ചർ ആവാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ് കേട്ടോ. അസ്ഥി ഒരുക്കം എന്നൊക്കെ നമുക്ക് അസ്ഥിയൊക്കെ അതല്ല, ഇത് വേറെയാണ്. ഇത് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുമ്പോൾ അസ്ഥികൾക്ക് ഉണ്ടാകുന്ന ബലക്ഷയം കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ വരുന്നത് പിറ്റ്യൂട്ടറി ഗൊണാഡ് അഡ്രീനൽ ഡിസോർഡേഴ്സ് ആണ്. പിറ്റ്യൂട്ടറി നമ്മൾ പറഞ്ഞല്ലോ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് മാസ്റ്റർ ഗ്ലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഗൊണാഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പറയുന്ന മീൻസ് ടെസ്റ്റിസും ഓവറീസും ആണ് കേട്ടോ. ഓക്കെ, അതായത് സെക്ഷുവൽ ആയിട്ടുള്ള എന്താ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് വെച്ച് റീപ്രൊഡക്റ്റീവ് ഹോർമോൺസുകളും മറ്റും ഒക്കെ ഉത്പാദിപ്പിക്കുന്ന എന്താണ് അത്തരത്തിലുള്ള ഭാഗങ്ങളാണ് ഗൊണാഡ് എന്നാണ് പറയുന്നത്. സെക്സ് ഹോർമോണുകളൊക്കെ ഉത്പാദിപ്പിക്കുന്ന ഗ്ലാൻഡ് ആണ് ഗൊണാഡ് എന്നാണ് പറയുന്നത്. ഗൊണാഡ്. ദെൻ അഡ്രീനൽ ഡിസോർഡേഴ്സ്, ഓക്കെ, ഇങ്ങനെയുള്ള പ്രോബ്ലംസുകൾ. പിന്നെ തൈറോയിഡ് ഡിസോർഡേഴ്സ്, തൈറോയിഡ് സംബന്ധമായിട്ട് വരുന്ന അസുഖങ്ങള്. പിന്നെ ട്രാൻസ്ജെൻഡർ ആൻഡ് ഇന്റർസെക്സ് മെഡിസിൻ, ഇതെല്ലാം ഹോർമോൺ റിലേറ്റഡ് ആണ് കേട്ടോ. ട്രാൻസ്ജെൻഡറും ഇന്റർസെക്സ് മെഡിസിൻ. ട്രാൻസ്ജെൻഡേഴ്സ് ഒരവസ്ഥ വരാൻ കാരണം ഹോർമോണിന്റെ ഇംബാലൻസ് കൊണ്ടാണ്, അവരുടെ ഹോർമോണൽ വ്യതിയാനം കൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു അവസ്ഥ വരുന്നത്. ഓക്കെ, ട്രാൻസ്ജെൻഡർ, അതുപോലെ ഇന്റർസെക്സ് മെഡിസിൻ എന്ന് വെച്ചാൽ ജന്മനാ തന്നെ ശരീരഘടനയിൽ വ്യത്യാസങ്ങൾ വരിക, അങ്ങനെയൊക്കെയുള്ള അവർക്കൊക്കെ കൊടുക്കുന്നത് ഹോർമോൺ തെറാപ്പിയാണ് അവർക്ക് കൊടുക്കുന്നത്. ഹോർമോൺ തെറാപ്പിയാണ് അവർക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ അങ്ങനെയുള്ള ചികിത്സകളൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ട്രാൻസ്പ്ലാന്റേഷൻ, നേരത്തെ പറഞ്ഞില്ലേ അവയവം മാറ്റിവെക്കല്. ഞാൻ പറഞ്ഞ ഒരു അവയവം മാറ്റിവെക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി അതിനെ റിജക്ട് ചെയ്യാനാണ് നോക്കുക. അപ്പൊ അത് റിജക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഹോർമോണുകളൊക്കെ അടങ്ങിയിട്ടുള്ള സ്റ്റിറോയിഡ് മെഡിസിൻസുകളും മറ്റുമാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇതെല്ലാം തന്നെ എന്താണ് ഹോർമോൺ റിലേറ്റഡ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഡിസോർഡേഴ്സുകളെല്ലാം തന്നെ ഹാൻഡിൽ ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്? എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റിലാണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞ കാര്യങ്ങള്? മനസ്സിലായോ? അപ്പൊ എൻഡോക്രൈനോളജി എന്ന് പറയുമ്പോൾ ഹോർമോൺ ഉത്പാദിപ്പിക്കുന്ന ഗ്ലാൻഡുകളെ കുറിച്ചുള്ള ഒരു പഠന വിഭാഗമാണ്. അത് ഓർത്ത് വയ്ക്കാം. ദെൻ നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് അതൊക്കെ പഠിക്കാം. ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, പീനിയൽ, തൈറോയിഡ്, അഡ്രിനൽ ഗ്ലാൻഡ്, പൻക്രിയാസ്, ഓവറീസ്, ടെസ്റ്റിസ്, ഇതൊക്കെയാണ് നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ എന്തൊക്കെ പ്രോബ്ലംസുകളാണ് അവിടെ അവര് ഹാൻഡിൽ ചെയ്യുന്നത് ഇത്രയൊക്കെ നോട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. കേട്ടോ. എൻഡോക്രൈനോളജി എന്ന് കേട്ടാൽ നിങ്ങളുടെ മനസ്സിലോട്ട് ഹോർമോൺ വരണം കേട്ടോ, ഹോർമോണുകൾ. ഓക്കെ, നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ജെറിയാട്രിക്സ് എന്ന് പറയുമ്പോൾ അറിയാലോ, അതായത് വാർദ്ധക്യ സഹജമായിട്ടുള്ള പ്രശ്നങ്ങളും മറ്റും കൈകാര്യം ചെയ്യുന്ന വിഭാഗമുണ്ട് കേട്ടോ. അതായത് വയസ്സായ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് വരുന്ന അസുഖങ്ങൾ, അവരുടെ രോഗനിർണയം, രോഗപ്രതിരോധം, ചികിത്സ എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഭാഗമാണ് ജെറിയാട്രിക്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്കതൊന്ന് വായിക്കാം. ദിസ് ഡിപ്പാർട്ട്മെന്റ് is usually equipped with the doctors specialized in geriatric medicine, since the elderly suffer from a wide range of illnesses and seek the treatment for. അറിയാലോ, വയസ്സാവുമ്പോൾ പലതരത്തിലുള്ള അസുഖങ്ങൾ വരും, ഒരുപാട് രീതിയിലുള്ള അസുഖങ്ങളൊക്കെ വരും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള, അതായത് വയസ്സായ ആളുകളുടെ അവരുടെ രോഗനിർണയം, അവരുടെ പ്രതിരോധം, അവരുടെ ചികിത്സ എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ്. ഇനി എന്തൊക്കെ അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റുകളാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്തൊക്കെയാണ്? ഒന്ന് സ്ട്രോക്ക്, അല്ലെ?
സ്ട്രോക്ക് കേട്ടിട്ടില്ലേ നിങ്ങള്? പക്ഷാഘാതം അല്ലെ, തലച്ചോറിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നത് മൂലം വരുന്ന അവസ്ഥയാണ് അല്ലെ സ്ട്രോക്ക്. ഇതൊക്കെ നമ്മൾ ജെറിയാട്രിക്സിലൊക്കെ പറയുന്നുണ്ട്. വയസ്സായ ആളുകളിലാണ് കൂടുതൽ കണ്ടുവരുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ മിക്ക ചെറുപ്പക്കാർക്കും ഉണ്ടല്ലേ, ചെറുപ്പമായിട്ടുള്ള ആൾക്കാരാണല്ലേ കൂടുതലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് പണ്ടെന്നൊക്കെ പറയുമ്പോ ഓക്കെ, നമ്മൾ വയസ്സായ ആൾക്കാർക്ക് എന്ന് പറയുന്ന പ്രത്യേകം കുറച്ച് രോഗങ്ങളൊക്കെ നമ്മൾ മാറ്റി വെക്കുകയായിരുന്നു അല്ലെ, വയസ്സായ ആൾക്ക് വേണ്ടി മാത്രം. പക്ഷെ ഇന്നത്തെ കാലഘട്ടമൊക്കെ മാറി. ഇപ്പൊ വയസ്സാകുന്ന ചെറുപ്പം അങ്ങനെയൊന്നും ഇല്ല. ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരാണ് പെട്ടെന്നൊക്കെ അസുഖം വന്നപ്പോ മരിച്ചൊക്കെ പോകുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ സ്ട്രോക്ക് കേട്ടോ, പക്ഷാഘാതം. അതുപോലെ തന്നെ ഗാസ്ട്രോ എൻറ്ററോളജി. ഗാസ്ട്രോ എൻറ്ററോളജി എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മുടെ സ്റ്റൊമക്ക്, നമ്മുടെ വയറ് എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നം. അത് വേറെ പഠിക്കാനുണ്ട് കേട്ടോ. ഗ്യാസ്ട്രോ, പ്രത്യേകിച്ച് നമ്മുടെ വയസ്സാവുന്നതോറും നമ്മളുടെ ആ ഒരു ഡൈജഷനും അതൊക്കെ കുറയാൻ തുടങ്ങും അല്ലെ. ഡൈജഷനൊക്കെ കുറയാൻ തുടങ്ങും. അപ്പൊ ആമാശയ സംബന്ധമായിട്ടാണെങ്കിലും അതുപോലെ ദഹന സംബന്ധമായിട്ട് അല്ലെ, വൈറസ് സംബന്ധമായിട്ടൊക്കെ ഇഷ്യൂസുകളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് അത്തരത്തിലുള്ള ചികിത്സകള്. പിന്നെ ഡയബറ്റിസ്, പ്രമേഹം, അത് വയസ്സായവർക്ക് മാത്രമൊന്നും പറയാൻ പറ്റില്ല, ചെറുപ്പക്കാരായിട്ട് ആൾക്കാർക്ക് ഉണ്ട് ഡയബറ്റിക് പ്രോബ്ലംസ്. പിന്നെ ലോക്കോമോട്ടേഴ്സ് പ്രോബ്ലംസ്. ലോക്കോമോട്ടേഴ്സ് പ്രോബ്ലംസ് എന്ന് പറയുന്നത് എന്താണ്? ചലന സംബന്ധമായിട്ട് വരുന്ന ബുദ്ധിമുട്ടുകള്. വയസ്സാവുമ്പോ ബുദ്ധിമുട്ട് വരും അല്ലെ, നടക്കാനും ഇരിക്കാനും അല്ലെ, ബുദ്ധിമുട്ടാണ് അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ലോക്കോമോട്ടേഴ്സ് പ്രോബ്ലം, ചലന സംബന്ധമായിട്ട് വരുന്ന പ്രശ്നങ്ങളാണ് കേട്ടോ. അത്തരം പ്രശ്നങ്ങൾ ജെറിയാട്രിക്സിലാണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ സിങ്കോപ്പ്. സിങ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിങ്കോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ലേ ബോധക്ഷയം, തലകറക്കം എന്നൊക്കെയാണ്. അതായത് നമ്മള് ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നത് മൂലം പെട്ടെന്ന് നമുക്ക് ഈ ബോധം മറയുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. ബോധം മറയുന്ന അവസ്ഥ അല്ലെങ്കിൽ തല കറങ്ങുക, അതൊക്കെ വയസ്സാകുമ്പോൾ സംഭവിച്ച ഇടയ്ക്ക് വയസ്സായ ആൾക്കാരെ കണ്ടിട്ടില്ല, ഇടയ്ക്ക് ഒരു ബോധക്ഷയൊക്കെ വരും അല്ലെ. എന്താ, ആ ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നത് കൊണ്ടാണ് കേട്ടോ. ആ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ പഴയ പോലെയല്ല, കുറയുന്നത് മൂലം അവർക്ക് ഇടയ്ക്ക് ബോധം മറയുന്ന ഒരു അവസ്ഥയൊക്കെ വരാറ്, തലകറക്കം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ബോൺ ഡിസീസ് അല്ലെ, നമ്മൾ തൊട്ട് മുമ്പ് ഓസ്റ്റിയോപോറോസിസ് ഒക്കെ പറഞ്ഞില്ലേ, ബോൺ ഡിസീസ് അസ്ഥി സംബന്ധമായിട്ട് വരുന്ന അല്ലെ. അത് പിന്നെ ഏകദേശം ഒരു 50 ഇയറൊക്കെ കഴിയുമ്പോഴേക്ക് നമ്മുടെ ബോൺസ് ഒക്കെ മിക്കവാറും ക്ഷയിക്കാൻ തുടങ്ങും അല്ലെ, കാൽസ്യത്തിന്റെ അളവ് കുറയും. സ്വാഭാവികമായിട്ട് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാൽസ്യം അതിൽ നിന്നൊക്കെ വലിച്ചിട്ടെടുക്കുമ്പോൾ നമ്മുടെ അസ്ഥികളൊക്കെ ക്ഷയിക്കാൻ തുടങ്ങും അല്ലെ. അപ്പൊ ബോൺ ഡിസീസ്, അതുകൊണ്ടാണ് ഈ വയസ്സായ ആൾക്കാരൊക്കെ വീണ് കഴിഞ്ഞാൽ പ്രശ്നമാണ് അല്ലെ. അവരൊക്കെ ഒന്ന് വീണ് എല്ലിൽ ഒടിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പെട്ടെന്ന് എല്ല് പൊട്ടാനുള്ള ചാൻസ് അവർക്ക് കൂടുതലാണ് അല്ലെ. ബിക്കോസ് ഓഫ് ഓസ്റ്റിയോപൊറോസിസ് ഒക്കെയാണ് അല്ലെ, അസ്ഥികൾക്കുണ്ടാകുന്ന ബലക്ഷയ കാര്യങ്ങള്. അങ്ങനെയുള്ള പൊതുവെ നമ്മൾ പറയുന്നത് വയസ്സായ ആളുകൾക്ക് വരുന്നു എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്? ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റിലാണ്. അപ്പൊ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ ഇതാണ് കൊടുത്തിട്ടുള്ളത്, അത് കറക്റ്റ് ആയിട്ട് പഠിക്കാം കേട്ടോ. സ്ട്രോക്ക്, ഗാസ്ട്രോ എൻട്രോളജി, ഡയബറ്റിസ്, ലോക്കോമോട്ടീസ് പ്രോബ്ലംസ്, സിങ്കോപ്പ്, ബോൺ ഡിസീസ്, ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ നമ്മൾ ജെറിയാട്രിക്സിൽ ട്രീറ്റ് ചെയ്യുന്നു. പിന്നെ ചില ഡിപ്പാർട്ട്മെന്റ് പഠിക്കുമ്പോൾ കോമൺ ആയിട്ട് അല്ലെ വരാറുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ ഡയബറ്റിസ് എന്ന് പറയുമ്പോൾ എൻഡോക്രൈനോളജിയിലും അത് വരുന്നുണ്ട്, ജെറിയാട്രിക്സിലും വരുന്നുണ്ട്. ചിലതൊക്കെ തന്നെ കോമൺ ആയിട്ട് വരുന്നുണ്ട്. കോമൺ ആയിട്ട് വരുന്നത് ചോദിക്കില്ല എന്ന് നമുക്ക് വിചാരിക്കാം, അല്ലാത്തത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. കോമൺ ആയിട്ട് വരുമ്പോൾ നമ്മളിപ്പോ ഡയബറ്റിക് പറയുമ്പോൾ എൻഡോക്രൈനോളജിയിലും വരുന്നുണ്ട്, ജെറിയാട്രിക്കിലും വരുന്നുണ്ട്. ഏതാണ് കറക്റ്റ് എന്നൊക്കെ നമുക്ക് തോന്നും. ചിലതൊക്കെ പരസ്പരം കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പൊ ഇത്തിരി നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി എന്താണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ദിസ് ഡിപ്പാർട്ട്മെന്റ് also provides a range of community services such as home mobile therapy unit, palliative care. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. അതായത് നമ്മുടെ ജെറിയാട്രിക്സ് എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അത് ആശുപത്രികളിലെ സേവനങ്ങൾ മാത്രമല്ല, ആശുപത്രിക്ക് പുറത്ത് മറ്റു പല കമ്മ്യൂണിറ്റി സേവനങ്ങളും നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ലൈക്ക് ഹോം മൊബൈൽ തെറാപ്പി യൂണിറ്റ്, പാലിയേറ്റീവ് കെയർ എക്സെട്ര കേട്ടോ. അതായത് ഹോം മൊബൈൽ തെറാപ്പി നമ്മൾ വീടുകളിലൊക്കെ വന്നിട്ട് കിടപ്പായ രോഗികൾക്കൊക്കെ നമ്മള് വീട്ടിൽ വന്ന് ചികിത്സയും മറ്റുമൊക്കെ കൊടുക്കുന്ന ഹോം മൊബൈൽ തെറാപ്പി യൂണിറ്റ്, അങ്ങനെയുള്ള കമ്മ്യൂണിറ്റി സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്. പാലിയേറ്റീവ് കെയർ കൊടുക്കുന്നുണ്ട്. വിട്ടുമാറാത്ത അസുഖങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് അവരുടെ ആ ഒരു വേദന കുറയ്ക്കാൻ വേണ്ടിയുള്ള സാന്ത്വന ചികിത്സയൊക്കെ കൊടുക്കൂലേ, പാലിയേറ്റീവ് കെയർ. അങ്ങനെയുള്ള പലതരത്തിലുള്ള കമ്മ്യൂണിറ്റി സേവനങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട് ജെറിയാട്രിക്സ്. അത് ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. മറ്റു ഡിപ്പാർട്ട്മെന്റുകൾ പോലെയല്ല,
ജെറിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് പ്രധാനമായിട്ടും ഫോക്കസ് ഓൾഡ് ഏജ് പീപ്പിൾ ആണല്ലോ, വയസ്സായിട്ടുള്ള ആളുകളാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകൾ വീടുകളിൽ ഉണ്ടാവും, കിടപ്പ് രോഗികൾ ഉണ്ടാവും. അപ്പൊ അവരുടെ സേവനം എന്ന് പറയുന്നത് ആശുപത്രിയിൽ മാത്രം ഒതുക്കുന്നതല്ല, അവർ മറ്റു പല കമ്മ്യൂണിറ്റി സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്. കമ്മ്യൂണിറ്റി സേവനം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഹോം മൊബൈൽ തെറാപ്പി യൂണിറ്റ്, പാലിയേറ്റീവ് കെയർ. പിന്നെ പറയുന്നുണ്ട് ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഓപ്പൺ കണക്റ്റഡ് വിത്ത് അതർ കമ്മ്യൂണിറ്റി സെന്റേഴ്സ്, ലൈക്ക് സൈക്യാട്രിക് സെന്റേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ ജെറിയാട്രിക് കെയർ സെന്ററുകളൊക്കെ ഉണ്ട്, റീഹാബിലിറ്റേഷൻ സെന്ററുകളൊക്കെ ഉണ്ട്, ഓൾഡ് ഏജ് ഹോംസുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ വയസ്സായ ആളുകളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ വയസ്സായി മെന്റലി പ്രോബ്ലം ഉള്ള അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി സെന്ററുകളുമായിട്ട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് കുറെ കൂടെ കണക്റ്റഡ് ആണ് കേട്ടോ. അപ്പൊ അത് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിന് എങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ജെറിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള കമ്മ്യൂണിറ്റി സേവനങ്ങളും കമ്മ്യൂണിറ്റി സെന്ററുകളുമായിട്ടൊക്കെ അത് കണക്റ്റഡ് ആണ്. അങ്ങനെയുള്ള സേവനങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ജെറിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് മനസ്സിലായോ? ഓക്കെ, വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് ജനറൽ മെഡിസിൻ. ജനറൽ മെഡിസിൻ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, ജനറൽ മെഡിസിൻ എന്ന് പറയും അല്ലെ. ആ വിഭാഗത്തെ പറ്റി നമുക്ക് നോക്കാം. ഇന്റേണൽ മെഡിസിൻ ഓർ ജനറൽ മെഡിസിൻ ഇസ് ദ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ദാറ്റ് ഡീൽസ് വിത്ത് ദ പ്രിവെൻഷൻ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് അഡൽട്ട് ഡിസീസസ്. അണ്ടർലൈൻ ചെയ്യാട്ടോ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ജനറൽ മെഡിസിന് പറയുന്ന മറ്റൊരു പേരാണെന്ത്? ഇന്റേണൽ മെഡിസിൻ എന്നാണ് പറയാ. ഇന്റേണൽ മെഡിസിൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ജനറൽ മെഡിസിൻ ചിലപ്പോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇന്റേണൽ മെഡിസിൻ ആവുകയാണ്, അത് ഞങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിക്കരുത് കേട്ടോ. ജനറൽ മെഡിസിൻ എന്ന് പറയുമ്പോൾ മറ്റൊരു പേരാണ് എന്ത്? ഇന്റേണൽ മെഡിസിൻ പറയും. അതായത് നമ്മൾ ഈ പറയുന്ന മുതിർന്ന ആളുകൾ അല്ലെ, മുതിർന്ന വ്യക്തികളുടെ അവരുടെ രോഗനിർണയം, രോഗപ്രതിരോധം, ചികിത്സ എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സ്പെഷ്യാലിറ്റി വിഭാഗമാണിത് ജനറൽ മെഡിസിൻ അഥവാ ഇന്റേണൽ മെഡിസിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ദാറ്റ് ഡീൽസ് വിത്ത് ദ പ്രിവെൻഷൻ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് അഡൽട്ട് ഡിസീസസ്. ദാറ്റ് മീൻസ് മുതിർന്ന ആളുകളുടെ ഈ പറയുന്ന അവരുടെ രോഗം, അവരുടെ ചികിത്സ, അവരുടെ രോഗങ്ങളുടെ പ്രതിരോധം എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഭാഗം ദാറ്റ് ഈസ് കോൾഡ് ജനറൽ മെഡിസിൻ. ഇനി അവിടെയുള്ള ഡോക്ടറെ നമ്മൾ എന്താ പറയാ? GP, ജനറൽ പ്രാക്ടീഷണർ അഥവാ ഫിസിഷ്യൻ എന്ന് പറയും. നമ്മൾ പൊതുവെ ഫിസിഷ്യനെ കാണാൻ പറയും അല്ലെ. ആരാണ് ഫിസിഷ്യൻ? ജനറൽ പ്രാക്ടീഷണർ എന്ന് പറയാം കേട്ടോ. GP, a general practitioner GP is a physician who is not specialized in one particular area of medicine. ആരാണ് ഫിസിഷ്യൻ എന്ന് പറഞ്ഞാല് അവര് ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള അവയവമോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള രോഗത്തിൽ സ്പെഷ്യലൈസ് നേടാത്ത, എന്നാൽ നമ്മുടെ ശരീരത്തിലെ പൊതുവായ അസുഖങ്ങള് അല്ലെ, പൊതുവായിട്ടുള്ള എല്ലാ എന്താ പറയാ അസുഖങ്ങളെയും മറ്റുള്ള ചികിത്സിക്കുന്ന ഡോക്ടറാണ് ഫിസിഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കാർഡിയോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ അവര് ഹാർട്ട് എന്ന് പറയുന്നതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടറാണ് അല്ലെ. പൾമണോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ അവര് ലങ്സ്, ശ്വാസകോശം എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽ സ്പെഷ്യലൈസ്ഡ് ആണ്. നെഫ്രോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ കിഡ്നിയിൽ സ്പെഷ്യലൈസ്ഡ് ആണ്. ഇവിടെ എന്ന് പറയുമ്പോൾ ഫിസിഷ്യൻ ആണ്. ഫിസിഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക അവയവത്തിലോ പ്രത്യേക ഒരു രോഗത്തിലോ സ്പെഷ്യലൈസ് നേടാത്ത, എന്നാൽ നമ്മുടെ ശരീരത്തിന്റെ പൊതുവായ അസുഖങ്ങളിൽ തന്നെ പൊതുവായിട്ട് വരുന്ന എല്ലാ അസുഖങ്ങളെയും എന്താണ് അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണ് ആര്? ജനറൽ പ്രാക്ടീഷണർ അഥവാ ഫിസിഷ്യൻ എന്ന് പറയാം. അതിൽ സ്പെഷ്യലൈസ്ഡ് ആണ്, പക്ഷെ അവർ ഏതെങ്കിലും ഒരു പ്രത്യേക ഓർഗനിലോ പ്രത്യേക ഒരു രോഗത്തിലോ അല്ല. പൊതുവെ നമ്മുടെ എന്താണ് മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിന്റെ മൊത്തത്തിൽ എല്ലാ അസുഖങ്ങളിലും പറ്റിയിട്ടും ഒരു പൊതുവായ ഒരു ധാരണ, അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് ഫിസിഷ്യൻ അഥവാ ജനറൽ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ സേവനങ്ങളാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ? റൂട്ടീൻ ഹെൽത്ത് കെയർ, എക്സാമ്പിൾ ഫിസിക്കൽ എക്സാമിനേഷൻ, ഇമ്മ്യൂണൈസേഷൻ അല്ലെ. അതായത് നമ്മൾ സാധാരണ രീതിയിലുള്ള റൂട്ടീൻ ആയിട്ടുള്ള ആരോഗ്യ പരിരക്ഷകൾ അല്ലെ, അതായത് ശാരീരിക പരിശോധനകള്, പ്രതിരോധ കുത്തിവയ്പ്പുകള്, അങ്ങനെയുള്ള റൂട്ടീൻ ഹെൽത്ത് കെയർ ആൻഡ് അസസ് ആൻഡ് ട്രീറ്റ് മെനി ഡിഫറെന്റ് കണ്ടീഷൻസ് ഇൻക്ലൂഡിംഗ് ഇൽനെസ് ആൻഡ് ഇൻജുറീസ് അല്ലെ. അതുപോലെ തന്നെ അസുഖങ്ങള്, പരിക്കുകള് പോലെയുള്ള പലതരത്തിലുള്ള എന്താണ് കണ്ടീഷൻസുകളെ ഇവിടെ
എന്ത് ചെയ്യുന്നുണ്ട്, ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അല്ലെ. ഇന്നത് എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് അല്ല, പക്ഷെ നമ്മുടെ ഇൽനെസ്സും ഇഞ്ചുറീസും ഒക്കെ ഉൾപ്പെടെയുള്ള പല രീതിയിലുള്ള കണ്ടീഷൻസുകൾ, റുട്ടീൻ ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഒക്കെ സേവനങ്ങളൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഈ ഫിസിഷ്യന്റെ ഒരു ക്വാളിഫിക്കേഷൻ ആണ് ഇവിടെ പറയുന്നത് MBBS വിത്ത് MD. MD എന്ന് പറയുമ്പോൾ ജനറൽ മെഡിസിൻ സ്പെഷ്യലൈസ്ഡ് ആണ് കേട്ടോ. ഈസ് യൂഷ്വലി എ ജനറൽ ഫിസിഷ്യൻ. ഇവരുടെ യോഗ്യത MBBS കഴിഞ്ഞിട്ട് MD ആണ്. MD മീൻസ് സ്പെഷ്യലൈസ്ഡ് ആണ്. പക്ഷെ എന്തിനാ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്, ജനറൽ മെഡിസിൻ വിഭാഗമാണ് കേട്ടോ. അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ്. അതായത് ഹാർട്ട് എന്നോ ലെൻസ് എന്നോ കിഡ്നി അങ്ങനെ സ്പെഷ്യലൈസ്ഡ് അല്ലാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് സ്പെഷ്യലൈസ്ഡ് ആണ്, ജനറൽ മെഡിസിൻ വിഭാഗത്തില് MD ആയിട്ടുള്ള MBBS MD എടുത്തിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും കേട്ടോ. GP അഥവാ നമ്മള് ജനറൽ പ്രാക്ടീഷണർ അഥവാ ഫിസിഷ്യൻ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അത്രയും ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അപ്പൊ ഇനി ഇത്രയും മതി കേട്ടോ. ഇന്ന് നമ്മൾ പഠിച്ച ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയായിരുന്നു? ഇതൊക്കെ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പഠിച്ചിട്ട് ENT പഠിച്ചു, പിന്നെ എൻഡോക്രൈനോളജി, ജെറിയാട്രിക്സ്, ജനറൽ മെഡിസിൻ. 4 ഡിപ്പാർട്ട്മെന്റ് മാത്രമാണ് നമ്മൾ ഇന്ന് പഠിച്ചത് കേട്ടോ. ഓരോ ദിവസം കുറച്ച് ഡിപ്പാർട്ട്മെന്റ് എടുക്കുന്നുള്ളൂ, അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകണം. ഓക്കെ, നമുക്ക് ക്ലാസ് വൈൻഡ് ചെയ്താലോ? ക്ലാസ് വൈൻഡ് ചെയ്തോട്ടെ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നിങ്ങൾക്ക് വൈൻഡ് ചെയ്യും. ഓക്കെ ആണ്, ശരി കേട്ടോ. നമുക്ക് നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക് യു.